The World Health Organization declared the increasing mpox in Africa as The World Health Organization has declared it a public health emergency. Last week, I announced that I was convening an emergency committee. ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് കാലത്തെ ബുദ്ധിമുട്ടുകൾ ഒഴിയുന്നതിന് മുൻപ് തന്നെ മറ്റൊരു ലോക്ക്ഡൌൺ എന്ന ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇതിനെല്ലാം കാരണമായതോ എംപോക്സ് എന്ന വൈറസും. എന്താണ് എംപോക്സ്? ഇതിനെ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഇത് വരാതിരിക്കാനും സ്പ്രെഡ് ആകാതിരിക്കാനും എന്തെല്ലാം പ്രിക്കോഷൻസ് എടുക്കണം? നമുക്ക് വിശദമായി തന്നെ നോക്കാം. 1958 സെൻട്രൽ ആഫ്രിക്കയിൽ കുരങ്ങുകളിലാണ് ആദ്യമായി എംപോക്സ് വൈറസ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മങ്കി പോക്സ് എന്ന പേര് വന്നത്. എന്നാൽ ആദ്യമായി ഇത് ആഫ്രിക്കയിൽ സ്ഥിരീകരിച്ചതിനാൽ മങ്കി പോക്സ് എന്ന പേരിടുന്നതിലൂടെ റേസിസ്റ്റ് കമന്റ്സ് ഉയരാതിരിക്കാനായി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മങ്കി പോക്സിന്റെ പേര് മാറ്റി എംപോക്സ് എന്നാക്കുകയായിരുന്നു. 1970 കോങ്കോയിൽ ആദ്യമായി മനുഷ്യനിൽ എംപോക്സ് സ്ഥിരീകരിച്ചു. 2022 116 രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത എംപോക്സ് ക്ലാഡ് 2 വേരിയന്റ് വ്യാപകമായി സ്പ്രെഡ് ചെയ്യപ്പെട്ടു. അന്ന് ഇന്ത്യയിൽ 30ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാർച്ച് 2024 ഇന്ത്യയിൽ അവസാനമായി എംപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കാമറൂൺ, ഗാന, ലൈബീരിയ, കെനിയ, നൈജീരിയ, സൗത്ത് ആഫ്രിക്ക, ഉഗാണ്ട അടക്കമുള്ള 13 സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് എംപോക്സ് ഔട്ട്ബ്രേക്ക് കൂടുതലായും കാണപ്പെടുന്നത്. കോങ്കോയിൽ ഈ വർഷം മാത്രം 16,700 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ 570 മരണം സംഭവിക്കുകയും ചെയ്തു. എംപോക്സ് വൈറസ് ശരീരത്തിനുള്ളിൽ കടന്ന് 21 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും. പനി, തലവേദന, തൊലിപ്പുറമെ വരുന്ന കുരുക്കൾ, ശരീരവേദന, ക്ഷീണം മുതലായവയാണ് പ്രകടമാകുന്ന രോഗലക്ഷണങ്ങൾ. രോഗം ബാധിച്ചവർ 2 മുതൽ 4 ആഴ്ച കൊണ്ട് രോഗമുക്തി നേടുന്നു. എന്നാൽ ഗർഭിണികൾ, ഗർഭസ്ഥ ശിശുക്കൾ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർ എന്നിവരിൽ ആരോഗ്യസ്ഥിതി വഷളാകാൻ സാധ്യതയുണ്ട്. സ്കിന്നിലെ മുറിവിലൂടെയോ കണ്ണിൽ കൂടെയോ മൂക്കിൽ കൂടെയോ വായിൽ കൂടെയോ ശരീരസ്രവങ്ങൾ വഴി ഇത് പകരാം. വ്യക്തി ശുചിത്വം പാലിക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധ മാർഗം. രോഗബാധിതരുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. മൃഗങ്ങളുമായുള്ള സമ്പർക്കവും ഒഴിവാക്കുക. രോഗവ്യാപന സാധ്യത ഉള്ള സ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുക. മാംസം നന്നായി പാകം ചെയ്ത് മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകരാജ്യങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. 2022 പടർന്നു പിടിച്ചത് താരതമ്യേന ഗൗരവം കുറഞ്ഞ എംപോക്സ് ക്ലാഡ് 2 വേഷൻ ആണെങ്കിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് എംപോക്സിന്റെ സിവിയർ വേഷനായ ക്ലാഡ് 1B ആണെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യൻ ഹെൽത്ത് മിനിസ്ട്രി എല്ലാ ഹോസ്പിറ്റൽസിനും ഹെൽത്ത് അഡ്വൈസറി ഇഷ്യൂ ചെയ്തു കഴിഞ്ഞു. ക്വാറന്റൈൻ കേന്ദ്രങ്ങൾ സജ്ജമാക്കാനും ഏതു സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായിരിക്കണമെന്നും അതിൽ പറയുന്നു. കോവിഡിന്റെ സമയത്തെ പോലുള്ള ലോക്ക്ഡൌൺ റെസ്ട്രിക്ഷൻസിന് നിലവിൽ ആവശ്യകതയില്ല. റീസെന്റ് എംപോക്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്വീഡൻ, ഫിലിപ്പൈൻസ്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ്. എന്നാൽ ഫിലിപ്പൈൻസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് താരതമ്യേന ലെസ് സിവിയറായ ക്ലാഡ് 2 വേഷൻ ആണെന്ന് ഫിലിപ്പൈൻ ഹെൽത്ത് മിനിസ്റ്റർ ഇന്ന് പ്രസ്താവിച്ചു. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ CEO അദാർ പൂനവാല 1 വർഷത്തിനുള്ളിൽ എംപോക്സ് വാക്സിൻ പുറത്തിറക്കാനാകുമെന്ന് പ്രസ്താവിച്ചത് ആശ്വാസത്തിന് വക നൽകുന്നു. നിലവിൽ സ്മോൾ പോക്സിന് നൽകുന്ന വാക്സിൻ തന്നെയാണ് എംപോക്സിനും നൽകുന്നത്. വർഷങ്ങളായി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പടർന്നുകൊണ്ടിരുന്ന എംപോക്സ് എന്ന വൈറസിനെ നിയന്ത്രിക്കുന്നതിനോ അതിനെതിരായ വാക്സിൻ കണ്ടുപിടിക്കുന്നതിനോ വികസിത രാജ്യങ്ങൾ ഇതുവരെ എന്തുകൊണ്ട് നടപടികൾ കൈക്കൊണ്ടില്ല എന്ന ശക്തമായ ചോദ്യം ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ ആ മഹാമാരി സ്വന്തം വാതിൽക്കൽ എത്തിയപ്പോഴാണ് ആഗോള വൻശക്തികൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഉണർന്നതും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും. അതെ, ഒട്ടനെ ചട്ടം ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കും. If you find this video useful, please subscribe.